അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിൻ്റെ ചില കോണുകളിൽ നിന്ന് പലപ്പോഴായി ഉയരുന്ന ഒരു സംശയമാണ്, ഖുർആനിൽ എന്ത് നന്മയാണുള്ളത്? ഈ മദ്രസ പഠനം കൊണ്ട് എന്ത് പുരോഗതിയും എന്ത് നന്മയുമാണ് ലോകത്ത് പഠിപ്പിക്കുന്നത്? ആ സംശയങ്ങൾക്കൊരു ചെറിയ നിവാരണമാണ് ഈ വീഡിയോ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണല്ലോ ഖുർആൻ. ആ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്. ഫാത്തിഹ, അൽ ബഖറ, ആലു ഇമ്രാൻ, നിസാ, മാഇദ, അൻആം, ആറാഫ്, അംഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ്, റാഇദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ, ഇസ്രാ, കഹ്ഫ്, മറിയം, ത്വഹ, അംബിയാ, ഹജ്ജ്, മൂമിനൂൻ, നൂർ, ഫുർഖാൻ, ഷുഅറാ, നംൽ, ഖസസ്, അങ്കബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ, അഹ്സാബ്, സബ, ഫാത്തുർ, യാസീൻ, സ്വാഫാത്ത്, സ്വാദ്, സുമർ, ഗാഫിർ, ഫുസ്സിലത്ത്, സൂറ, സുഖ്റുഫ്, ദുഖാൻ, ജാഫിയ, അഹ്ഖാഫ്, മുഹമ്മദ്, ഫത്ഹ്, ഹുജറാത്ത്, ഖാഫ്, ദാരിയാത്ത്, തൂർ, നജ്ബ്, ഖബർ, റഹ്മാൻ, വാക്കിയ, ഹദീദ്, മുജാദല, ഹശ്ർ, മുംതഹന, സ്വഫ്, ജുമഅ, മുനാഫിഖൂൻ, തഗാബുൻ, ത്വലാഖ്, തഹ്രീം, മുൽക്ക്, കലം, ഹാക്ക, മആരിജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുദ്ദഥിർ, അൽ ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, നബഅ, നാസിയാത്ത്, അബസ, തക്വീർ, ഇൻഫിതാർ, മുത്തഫിഫീൻ, ഇൻഷിഖാഖ്, ബുറൂജ്, ത്വാലിഖ്, അയല, ഗാഷിയ, ഫജ്ർ, ബലദ്, ശംസ്, ലൈൽ, ളുഹാ, നസ്റഹ്, അത്തീൻ, അൽ അലഖ്, അൽ ഖദ്ർ, അൽ ബയ്യിന, അൽ സൽസല, അൽ ഖാരിയ, അൽഹുമസ, ഫീൽ, ഖുറൈശ്, മാഉൻ, കൗസർ, കാഫിറൂൻ, നസ്ർ, മസദ്, ഇഖ്ലാസ്, ഫലഖ്, സൂറത്തുൻ നാസ്. 114 അധ്യായങ്ങൾ. ഖുർആനിൽ എന്ത് നന്മയാണുള്ളതെന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ അധ്യായത്തിൻ്റെ നന്മകൾ മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. 17-ാമത്തെ അധ്യായമാണ് സൂറത്തു ഇസ്രാ. അതിൻ്റെ 23-ാമത്തെ വചനം, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. ലോകാദ്യം മുതൽ ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്കൊരു പാഠമാണ് ആ നന്മ. മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. 26-ാമത്തെ വചനം പറയുന്നത്, വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബിനസ് സബീൽ. മിസ്കീന്മാർക്കും യാത്രക്കാർക്കും അവശത അനുഭവിക്കുന്നവർക്കും നിൻ്റെ ധനത്തിൽ നിന്ന് നീ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം. ആ അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം പറയുന്നത്, വലാ തുബദ്ദിർ തബ്ദീറ. ധനം ദൈവം തരുന്നതാണ്, അമിതവ്യയം കാണിക്കാൻ പാടില്ല. അതേ അധ്യായത്തിൻ്റെ തന്നെ 31-ാമത്തെ വചനമാണ്, വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം കൊണ്ട് ദാരിദ്ര്യത്തെ ഭയന്നിട്ട് നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. എത്ര നല്ല സന്ദേശങ്ങളാണ്. ഇനിയോ ഡിസംബർ 1-ാം തീയതി ലോകവ്യാപകമായി എയ്ഡ്സ് ദിനമൊക്കെ ആചരിക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ 32-ാമത്തെ വചനമാണ്, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ. വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. ആർക്കാണ് ഈ സന്ദേശങ്ങളിലൊക്കെ ആർക്കാണ് വേണ്ട എന്ന് പറയാൻ കഴിയുക? 33-ലേക്ക് വന്നാലോ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മനുഷ്യരെ കൊല ചെയ്യരുത്. ഒരു മനുഷ്യനെയും കൊല ചെയ്യാൻ പാടില്ല. 34-ാമത്തെ വചനം പറയുന്നത്, വലാ തഖ്റബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. അനാഥകളുടെ ധനങ്ങളുണ്ടാകും, അപഹരിക്കരുത്, അടിച്ചുമാറ്റരുത്. അനാഥകളോടും അശരണരോടും വളരെ കൃപാകടാക്ഷത്തോടുകൂടെ പെരുമാറണമെന്ന്. 35-ാമത്തെ വചനം എന്താ പറയുന്നത്, വഔഫുൽ കൈല വൽ മീസാൻ. അളവ് തൂക്കങ്ങളിൽ നിങ്ങൾ കൃത്യത പാലിക്കണമെന്ന്. ഇനിയും ധാരാളം പറയാനുണ്ട്. 114 അധ്യായത്തിലെ ഒരൊറ്റ അധ്യായത്തിൽ പറഞ്ഞ ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് എന്നെന്നും ഓർക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട, ലോകക്രമസമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു സന്ദേശമാണ് ഒരധ്യായത്തിൽ നിരവധി കാര്യങ്ങളിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഖുർആനെ പഠിക്കുക, മനസ്സിലാക്കുക, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ലോകഭാഷയിലെ ഏതേത് ഭാഷകൾ, പ്രഗത്ഭമായ ഭാഷകളുണ്ടോ അതിലൊക്കെ ഖുർആൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇംഗ്ലീഷ് ആവട്ടെ, അറബി ആവട്ടെ, ഹിന്ദി ആവട്ടെ, ഫ്രഞ്ച് ആവട്ടെ, ജർമ്മൻ ഭാഷയാവട്ടെ, ഏതു ഭാഷയിലും ഖുർആൻ നിങ്ങൾക്ക് കിട്ടും. പരിശോധിക്കാം, ഉറപ്പുവരുത്താം. ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം. ബാറക്കല്ലാഹു ഫീക്ക്.